വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് 4 പീസ് ബ്രെഡാണ്. ഈ ബ്രെഡ് ഞാൻ ഒരു ബൗളിനകത്തേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ബ്രെഡ് കുഴയ്ക്കാൻ പാകത്തിന് കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിനകത്തേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള നീളത്തിൽ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു കഷ്ണം ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു 4 കറിവേപ്പില ഒന്ന് അരിഞ്ഞും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3.5 ടേബിൾ സ്പൂൺ കടലമാവാണ്. ഇനി ആവശ്യമുള്ള സ്പൈസസ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് അല്ലെങ്കിൽ വലിയ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മളിത് കൈ വെച്ച് ഒന്ന് നന്നായി ആ ബ്രെഡെല്ലാം പൊടിയുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആ ഉള്ളിയും ക്യാപ്സിക്കവും എല്ലാം ഒന്ന് മാഷായി കിട്ടുന്ന വിധത്തിൽ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ച് ഞെരടി ഒന്ന് യോജിപ്പിക്കുക. ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായി യോജിപ്പിച്ചെടുക്കുക. വെള്ളം അധികമാവാൻ പാടില്ല. ഒന്ന് കുഴയാൻ പാകത്തിന് മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പക്കാവടയെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു പാകത്തിന് വെള്ളം ചേർത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിതിവിടെ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇങ്ങനെ കൈകൊണ്ട് കോരിയിട്ട് കൊടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ആയതിൻ്റെ പേരിൽ ഇത് പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോകും. അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എണ്ണ വലിച്ചെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല ക്രിസ്പി ആയിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം എല്ലാം കഴിക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടൊരു സ്നാക്ക് ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു ഭാഗം കളർ മാറിയതിന് ശേഷം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു കളർ ചേഞ്ചായി തുടങ്ങുന്ന സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് കോരി മാറ്റി വെക്കാവുന്നതാണ്. ഇവിടെ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. ബാക്കിയുള്ള മാവ് കൂടെ ഇങ്ങനെ കോരിയെടുത്ത് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് പക്കവട ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.